ഷെഫീൽഡിലാണ് ഇപ്പോൾ ഞാനുള്ളത്. വീക്കെൻഡാണ്, പക്ഷേ പ്രത്യേകിച്ച് പരിപാടികളൊന്നും ഇല്ലാത്തത് കാരണം വീട്ടിലേക്ക് സാധനങ്ങൾ മേടിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. ഇതാണ് ഞങ്ങൾ റെഗുലറായിട്ട് സിറ്റി സെൻറ്ററിലേക്ക് പോകുന്ന വഴി. പക്ഷെ ഇന്ന് പോയപ്പോൾ ഇവിടെ ഒരു ബോർഡ് എൻ്റെ കണ്ണിൽ ഉടക്കി. ഈ ബോർഡിനെ കുറിച്ചും ഈ ബിൽഡിങ്ങിനെ കുറിച്ചും പറയുന്നതിന് മുന്നേ എനിക്ക് ഷെഫീൽഡ് ഫുട്ബോൾ ക്ലബിൻ്റെ കുറച്ച് ചരിത്രം പറയാനുണ്ട്. എന്നാലും ഇതിനൊരു ക്ലാരിറ്റി കിട്ടുള്ളൂ. ഷെഫീൽഡ് ഫുട്ബോൾ ക്ലബ്ബാണ് ഈ ലോകത്തിലെ ഏറ്റവും പഴയ ഫുട്ബോൾ ക്ലബ്ബ്. 1857 ഇത് സ്റ്റാർട്ട് ചെയ്തത്. സർ നഥാനിയൽ ക്രിസ്വിക്കും വില്യംസ് പ്രീസ്റ്റ് എന്ന് 2 പേരാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്. അപ്പം ഇത് ഈ ലൊക്കേഷനിൽ വെച്ചാണ് ഇവർ മെയിനായിട്ട് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തത്. ഫുട്ബോളിനെ ഇപ്പോൾ കാണുന്ന രീതിയിലേക്ക് ആക്കാൻ വേണ്ടി ഇവരുടെ കുറേ കോൺട്രിബ്യൂഷൻസ് ആ സമയത്ത് ഉണ്ടായിരുന്നു. അതായത് കുറേ റൂൾസ് ഇവരാണ് സെറ്റ് ചെയ്തത്. അതായത് വുഡൻ ക്രോസ് ബാർസ്, ഫ്രീ കിക്സ്, കോർണർ, പിന്നെ എബിലിറ്റി ടു ഹെഡ് ദ ബോൾ, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ഇവരുടെ സൈഡിൽ നിന്നാണ് കോൺട്രിബ്യൂഷൻസ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ ബിൽഡിങ്ങിലും ഈ പരിസരത്ത് നിന്നുകൊണ്ടിട്ടാണ് ഇവർ എല്ലാ പ്ലാനിങ്ങുകളും ഈ ഡിസ്കഷൻസും കാര്യങ്ങളും എല്ലാം ഇവിടെ നടത്തിക്കൊണ്ടിരുന്നത്. അപ്പോൾ എനിക്കിത് പെട്ടെന്ന് കണ്ടപ്പോൾ എനിക്ക് ആ ഒരു വിക്ടോറിയൻ കാലഘട്ടവും ആ ഒരു സംഭവമൊക്കെ എൻ്റെ മനസ്സിലേക്ക് വന്നു. അപ്പം എനിക്കറിയാം, ഒരു 99% വെളിയിൽ നിന്ന് വന്നവർക്ക് ഈ ഒരു സ്ഥലത്തെപ്പറ്റി ഒരു പിടി ഉണ്ടാവില്ല. എൻ്റെ മിക്ക യാത്രകളും ഞാൻ പോകുന്ന സ്ഥലങ്ങളെ അവിടുത്തെ ഒരു ഹിസ്റ്ററിയുമായി ഞാൻ കണക്ട് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ കണക്ട് ചെയ്യുമ്പോൾ നമുക്കൊരു പ്രത്യേക ഒരു കണക്ഷൻ, ഒരു വൈബ് കിട്ടും, ഒരു പ്രത്യേക ഒരു മൂഡ് കിട്ടും നമുക്ക് ആ യാത്രയിൽ. ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത് ഷെഫീൽഡ് ഐക്കോണിക് ബിൽഡിംഗ് ആയ കത്തീഡ്രലിന് മുന്നിലാണ്. ഇത് ഷെഫീൽഡിലെ വൺ ഓഫ് ഓൾഡസ്റ്റ് ബിൽഡിംഗ് ആണ്. അപ്പം ഇപ്പോഴും ഡെയിലി യൂസുള്ള ബിൽഡിംഗ് ആണ്. ഇപ്പോഴും ഇവിടെ പ്രാർത്ഥനകൾ നടക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇതിനകത്തേക്ക് കയറി. അപ്പം ഇതൊരു കത്തീഡ്രലാണ്. ഇവിടെ ബിഷപ്പിന് സീറ്റ് ഉണ്ട്, അതുകൊണ്ടാണ് ഇത് കത്തീഡ്രൽ എന്ന് പറയുന്നത്. ഈ പ്രപഞ്ചം ഇങ്ങനെ നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ശക്തിയുണ്ട്. ആ ശക്തിയിൽ ഞാൻ വിശ്വസിക്കുന്നു. ആ ശക്തിയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഞാൻ കുറച്ചു നേരം ഇവിടെ നിന്നു. 12ാം നൂറ്റാണ്ടിൽ ഒരുപാട് ഹിസ്റ്ററി ഉറങ്ങിക്കിടക്കുന്ന ഒരു ബിൽഡിംഗ് ആണിത്. കണ്ണുകൊണ്ടും ക്യാമറ കൊണ്ടും ഞാൻ ഇതിൻ്റെ ഭംഗിയെ മാക്സിമം ഒപ്പിയെടുക്കാൻ ശ്രമിച്ചു. ഇറങ്ങുവാൻ നേരം നമ്മളുടെ ആഗ്രഹങ്ങളും പ്രാർത്ഥനകളും സമർപ്പിക്കാനുള്ള ഒരു അവസരവും അവിടെ ഉണ്ടായിരുന്നു. ഞാൻ എൻ്റെ സംസ്കാരം പഠിപ്പിച്ച ആശയം അവിടെ കോറിയിട്ടു. ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ഈ ലോകത്തുള്ള എല്ലാവർക്കും സന്തോഷവും സമാധാനവും ലഭിക്കട്ടെ. പള്ളിയുടെ മറ്റൊരു ഭാഗത്ത് ഇങ്ങനെ കുറേ വിൻറ്റേജ് മാർക്കറ്റുകളും കുറേ ആൻറ്റിക് ഷോപ്പുകളും ഉണ്ടായിരുന്നു. അപ്പം അവിടുത്തെ കുറേ ചിതറിയ കാഴ്ചകളാണ്, വേറെ ഒന്നുമില്ല. താങ്ക് യു.